നടൻ ഷൈൻ ടോം ചാക്കോ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഹാജരായി ചോദ്യം ചെയ്യൽ തുടരുകയാണ്. 2 SP-മാരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. പോലീസ് ആവശ്യപ്പെട്ടതിലും അരമണിക്കൂർ മുൻപ് നടൻ സ്റ്റേഷനിലെത്തി. കൊച്ചിയിലെ ഹോട്ടലിൽ ഡാൻസ് ഓഫ് ടീം പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ഇറങ്ങി ഓടിയതിൽ വിശദീകരണം തേടാനാണ് നടനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് അവിടെ നിന്നും. സുധീഷ്, ഇപ്പോൾ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ ചോദ്യാവലിയെല്ലാം തയ്യാറാക്കിയാണ് പോലീസ് ഷൈനിന് വേണ്ടി കാത്തിരുന്നത്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഡാൻസ് ഓഫ് ടീമിന്റെ പരിശോധന നടക്കുന്നതിനിടയിൽ എന്തിനാണ് ഓടിയത് എന്നത് തന്നെയാണല്ലോ പ്രാഥമികമായ കാര്യം. ദേവിക, പ്രാഥമികമായ കാര്യം അത് തന്നെയാണ്. കാരണം ആ ഷൈൻ ടോം ചാക്കോയ്ക്ക് നൽകിയ നോട്ടീസിലും ആ കാര്യം സംബന്ധിച്ച വിശദീകരണമാണ് തേടിയിട്ടുള്ളത്. അതായത് 16-ാം തീയതി രാത്രി 10:30 ഡാൻസ് ഓഫ് സംഘം കൊച്ചിയിലെ ഹോട്ടലിൽ പരിശോധനയ്ക്ക് എത്തുമ്പോൾ അവിടുത്തെ 3-ാം നിലയിൽ താമസിച്ചിരുന്ന ഷൈൻ ടോം ചാക്കോ അവിടെ നിന്നും 2-ാം നിലയിലേക്ക് ചാടി ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തിനാണ് ഇത്രയും സാഹസികത കാട്ടി ഓടി രക്ഷപ്പെട്ടത്, എന്ത് മറയ്ക്കാനാണ് എന്നത് തന്നെയാണ് പ്രധാന ചോദ്യം. സമൂഹത്തിൽ വിവരം അറിയുന്ന ഓരോ വ്യക്തിയിലും ഉയരുന്ന ഒരു ചോദ്യം തന്നെയാണത്. ആ ചോദ്യത്തിൽ വ്യക്തത വരുത്താൻ തന്നെയാണ് പ്രാഥമികമായി പോലീസ് ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഡാൻസ് ഓഫ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്ന ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ച് ശേഖരിച്ചിരിക്കുന്ന വിവരങ്ങൾ, അതിൽ ചില ദുരൂഹതകളൊക്കെ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ദുരൂഹതകൾ നീക്കുന്നതിനുതകുന്ന ചോദ്യങ്ങളും ഇന്നത്തെ ചോദ്യം ചെയ്യലിലുണ്ടാകും. കൊച്ചി സെൻട്രൽ ACP, അതോടൊപ്പം തന്നെ നർക്കോട്ടിക് SP തുടങ്ങി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വീഡിയോ ചിത്രീകരിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ 1 മണിക്കൂർ പിന്നിടുന്നത്. രാവിലെ 10 മണിക്ക് ഹാജരാകണമെന്ന് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പിതാവ് ഇന്നലെ അറിയിച്ചിരുന്നത് ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ എത്താൻ കഴിയൂ എന്നതാണ്. എന്നാൽ രാവിലെ ACP വ്യക്തമാക്കിയത് 10:30 ഇവിടെ എത്തും എന്നറിയിച്ചിട്ടുണ്ട് എന്നാണ്. എന്നാൽ 10 മണിക്ക് തന്നെ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ എത്തി കൃത്യമായി നോട്ടീസിനനുസരിച്ച് തന്നെ പോലീസിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് തന്നെ ഷൈൻ ടോം ചാക്കോ എത്തി എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. അങ്ങനെ എത്തിക്കൊണ്ട് പോലീസുമായി പൂർണ്ണമായും സഹകരിക്കുന്നു എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ ചോദ്യം ചെയ്യലിലേക്ക് ഷൈൻ ടോം ചാക്കോ കടന്നിട്ടുള്ളത്. എന്നാൽ ഈ ചോദ്യം ചെയ്യലിൽ വിവിധ വിവരങ്ങൾ സംബന്ധിച്ച ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ കൃത്യമായി സത്യസന്ധമായി മറുപടി നൽകുമോ എന്നതാണ് കാണേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനമായും ഇവിടുന്ന് ഇത്ര സാഹസ്യമായി ഇറങ്ങി ഓടാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ്, ആ സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നോ, ലഹരി കൈവശം ഉണ്ടായിരുന്നോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ, എന്നാൽ അതിനുശേഷം തുടർന്ന് എവിടേക്ക് പോയി, ആരുടെയൊക്കെ സഹായം ലഭിച്ചു, ഇവിടെ നിന്നും എവിടേക്കാണ് രക്ഷപ്പെട്ടത്, ഈ സമയങ്ങളിൽ വിളിച്ച ഫോൺ കോളുകളുടെയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എറണാകുളത്തെ വിവിധ ഹോട്ടലുകളിൽ 6 ഹോട്ടലുകളിൽ താമസിച്ചു. ഈ 6 ഹോട്ടലുകളിൽ താമസിച്ചപ്പോൾ എത്തിയ സന്ദർശകരെ കുറിച്ചും അന്ന് വിളിച്ച ഫോൺ കോൾ വിവരങ്ങൾ, അതോടൊപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകൾ, ഗൂഗിൾ പേ അടക്കമുള്ള അത്തരം നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് അത് എന്തിനു വേണ്ടിയുള്ള പണമാണ് നൽകിയതെന്നത് അടക്കമുള്ള കാര്യങ്ങൾ, ഇതിലെല്ലാം തന്നെ വ്യക്തത വരുത്തുന്നതിനുള്ള ചോദ്യം ചെയ്യലാവും ഉണ്ടാവുക. ഇതോടൊപ്പം തന്നെ നടിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യം, അങ്ങനെ അത്തരത്തിൽ ആ സിനിമയുടെ സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിച്ചിരുന്നോ എന്ന കാര്യം, അതോടൊപ്പം തന്നെ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ ദമ്പതികൾ ആലപ്പുഴയിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അതിലെ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിലെ വ്യക്തത, ഇത് എല്ലാം കൂടി ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി ഉണ്ടാകും എന്നത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രാഥമികമായി ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടാനുണ്ടായ സാഹചര്യം ആണ് ചോദിക്കുന്നത്. ഇത്തരം ചോദ്യം ചെയ്യലെല്ലാം പുരോഗമിക്കുമ്പോൾ തന്നെ പോലീസ് ഇപ്പോഴും പ്രതിരോധത്തിലാണെന്നുള്ള ഒരു യാഥാർത്ഥ്യവും നിലനിൽക്കുന്നു. നമുക്കറിയാം 2015 ജനുവരി 31-ന് മയക്കുമരുന്നുമായി ഷൈൻ ടോം ചാക്കോയെ പിടികൂടി കേസ് രജിസ്റ്റർ ചെയ്ത പോലീസിന് അത് തെളിയിക്കാൻ സാധിച്ചിരുന്നില്ല. അത് തെളിയിക്കുന്നതിൽ വലിയ പരാജയം, വലിയ രീതിയിലുള്ള വീഴ്ച പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അത് സർക്കാരിനും അതുപോലെ തന്നെ പോലീസിനാകമാനം തന്നെ ചീത്തപ്പേരുണ്ടാക്കിയതാണ്. അതിൽ അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്തിരുന്നില്ല. അത്തരത്തിലുള്ള വീഴ്ചകൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ആവർത്തിക്കുന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ 60 മണിക്കൂർ ഷൈൻ ടോം ചാക്കോ പോലീസിൽ നിന്നും തീർത്തും മറഞ്ഞു നിന്നിട്ടും ഒന്നും ചെയ്യാൻ സാധിക്കാതിരുന്നത്. എന്നാൽ ഇന്ന് ചോദ്യം ചെയ്യലിന് കൃത്യമായി എത്തിച്ചു എന്നതായിരിക്കാം പോലീസിന്റെ ഒരു എതിർവാദം. എന്നാൽ പോലും ഇവിടെ നിന്നും ഇറങ്ങി ഓടിക്കഴിഞ്ഞ് രാത്രി 10:30 ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയ ഷൈൻ ടോം ചാക്കോ പുലർച്ചെ 3:30 കൊച്ചി നഗരത്തിലെ മറ്റൊരു ഹോട്ടലിൽ നിന്നും കൊച്ചി നഗരം വിടുന്നത്. അതുവരെയുള്ള സമയത്ത് എന്തുകൊണ്ട് പോലീസ് പരിശോധന നടത്തിയില്ല? ഷൈൻ ടോം ചാക്കോയെ ആ ദുരൂഹ സാഹചര്യത്തിൽ ഓടി രക്ഷപ്പെടുമ്പോൾ
ഒളിവിൽ പോകുമ്പോൾ പിടികൂടാനുള്ള ശ്രമം എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന വലിയൊരു ചോദ്യം പോലീസിന് നേരെയുണ്ട്. ആ ചോദ്യങ്ങൾക്കടക്കം മറുപടി നൽകാൻ പ്രയാസപ്പെടുമ്പോൾ ഇന്നത്തെ ചോദ്യം ചെയ്യലിലൂടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന രാസലഹരിയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിലേക്കുള്ള വഴി തുറക്കാൻ ഈ പോലീസിന് കഴിയുമോ എന്നതാണ് നോക്കിക്കാണേണ്ടത്. അത്തരത്തിൽ കടന്നുകൊണ്ട് സിനിമാ മേഖലയെ ശുദ്ധീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾക്കില്ലേ പോലീസ് നടപടികൾക്ക്, നിയമപരമായ നടപടികൾക്ക് തുടക്കമാകാൻ കഴിയുമോ എന്നതാണ് നോക്കിക്കാണേണ്ടത്. ഇതിന് സമാന്തരമായി തന്നെ എക്സൈസിന്റെ നിരീക്ഷണങ്ങളും നിലനിൽക്കുന്നു. അത്തരം കാര്യങ്ങളിലെ ചില കണ്ടെത്തലുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാം അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ 1 മണിക്കൂർ പിന്നിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അഭിഭാഷകന്റെ കൂടി സാന്നിധ്യത്തിൽ ഇവിടുത്തെ നോർത്ത് സ്റ്റേഷനിലെ SHOയുടെ മുറിയിൽ വെച്ചാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഇതിന്റെ പൂർണ്ണമായും വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു ചോദ്യം ചെയ്യലുമായി മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പഴുതുകൾ ഷൈൻ ടോം ചാക്കോയിൽ നിന്നും വീണു കിട്ടും എന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ രക്ഷപ്പെടാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് തന്നെ വിശദീകരിക്കുമ്പോൾ ചില ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അത് ഹൈബ്രിഡ് കഞ്ചാവുമായും മറ്റും ബന്ധപ്പെട്ട മൊഴികളുടെ അടിസ്ഥാനത്തിൽ തന്നെ കസ്റ്റഡിയിലെടുക്കാനോ മറ്റോ വന്നതാണ് പോലീസ് എന്ന് ധരിച്ചാണ് ഓടി രക്ഷപ്പെട്ടത്. എന്നാൽ അത്തരത്തിൽ ഭയക്കത്തക്ക എന്ത് ബന്ധം അതുമായി ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കും ചോദ്യങ്ങൾ നീങ്ങിയേക്കാം. അത്തരത്തിൽ വളരെ വിശദമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഷൈൻ ടോം ചാക്കോയെ സന്ദർശിച്ചവരുടെ വിവരങ്ങൾ, ഫോണിൽ ബന്ധപ്പെട്ടവരുടെ വിവരങ്ങൾ, ഇതെല്ലാം ആരാഞ്ഞുകൊണ്ടുള്ള വളരെ വിശദമായ ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇപ്പോൾ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ പുരോഗമിക്കുന്നത്. ദേവിക. ശരി സുബീഷ്, അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. കാരണം 10:30 എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും അരമണിക്കൂർ മുൻപ് തന്നെ നടൻ അവിടേക്ക് എത്തിച്ചേരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കൂടുതൽ സമയം വേണമെന്ന് ആവശ്യപ്പെടുകയും ഇന്ന് 3 മണിക്ക് ഹാജരാകാമെന്ന് എല്ലാം പറയുന്നുണ്ടായിരുന്നു. മാധ്യമങ്ങളോട് പ്രതികരിക്കാനും ഷൈൻ ടോം തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ കൂടുതൽ മാധ്യമ ശ്രദ്ധ അല്ലെങ്കിൽ ആ സമയക്രമം മാറ്റിമറിച്ചുകൊണ്ട് കൂടുതൽ മാധ്യമ ശ്രദ്ധ വരരുത് എന്നൊരു ഉദ്ദേശവും കൂടി അതിന് പിന്നാലെ ഉണ്ടാകാമല്ലോ. കാരണം സമയം വളരെ കൃത്യമായി തന്നെ പാലിച്ചു വന്നു കഴിഞ്ഞാൽ അവിടെ കൂടുതൽ ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നിരിക്കാം, അല്ലെങ്കിൽ തിക്കും തിരക്കും ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണല്ലോ വളരെ മുൻപ് തന്നെ നടൻ ഹാജരായിട്ടുള്ളത്. ദേവിക, അതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, പോലീസിനെ ഒരു തരത്തിലും പ്രകോപിപ്പിക്കാതിരിക്കുക എന്ന കാര്യം. പ്രകോപിപ്പിക്കാൻ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് പോലീസ് കടന്നാൽ അത് പ്രയാസം സൃഷ്ടിക്കും. അതിനുള്ള സാധ്യതയും സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. നാനാ വഴിക്കൂടെയും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെയുള്ള ആരോപണങ്ങളും മൊഴികളും എല്ലാം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഓടി രക്ഷപ്പെടൽ ഉണ്ടാകുന്നത്. അത് എല്ലാം കൂടി വല്ലാത്ത ഒരു പ്രതിരോധത്തിൽ ഷൈൻ ടോം ചാക്കോയെ എത്തിച്ചു നിർത്തുന്ന ഒരു ഘട്ടത്തിൽ കൂടുതൽ പ്രകോപനം ഉണ്ടാക്കണ്ട എന്ന നിയമോപദേശം, അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തെറ്റായ സമയം പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമയത്ത് പോലീസിന് മുന്നിൽ കീഴടങ്ങിയാൽ മാധ്യമ ശ്രദ്ധയിൽ നിന്ന് മാറാം എന്ന ഒരു ധാരണയും ഉണ്ടാകാം. ഇതിന് എല്ലാം ഉപരിയായി നാളെ ഈസ്റ്റർ ആണ്. ഇന്ന് രാവിലെ തന്നെ ഹാജരായില്ലെങ്കിൽ ചോദ്യം ചെയ്യൽ എത്ര മണിക്കൂർ നീളാൻ സാധ്യതയുണ്ടെന്ന് ആരായുമ്പോൾ അത് മണിക്കൂറുകൾ നീളാം. അപ്പോൾ ഇന്ന് ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യങ്ങളിൽ നിന്നും രക്ഷ നേടി നാളെ ഈസ്റ്റർ ദിനം ആഘോഷിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തണം. അതിന് വൈകിട്ട് ഹാജരായാൽ ഒരുപക്ഷെ ചെന്ന് വരില്ല. ഇന്ന് രാത്രി വൈകുകയും ചോദ്യം ചെയ്യൽ തുടരുകയോ നാളെ വീണ്ടും ഹാജരാകണമെന്ന് നിർദ്ദേശിക്കുകയോ ചെയ്താൽ അത് ബുദ്ധിമുട്ടാവും. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ രാവിലെ 10 മണിക്ക് തന്നെ പോലീസ് മുന്നിൽ ഹാജരാകുന്നതിന് പിന്നിലുണ്ട് എന്ന ഒരു ധാരണ തന്നെയാണ് നിലനിൽക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇത്രയും ചോദ്യങ്ങൾ പോലീസ് തയ്യാറാക്കി അത്തരം കാര്യങ്ങളിൽ വളരെ വിശദമായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നിരവധി പേർ ഇരുന്നുകൊണ്ട് പലരും മാറി മാറി ചോദിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനു മുന്നിൽ പതറാതെ, എന്നാൽ താങ്കളുടെ ഭാഗത്ത് നിന്നും പെശകുണ്ടാകാതെ, ഒരു വീഴ്ച ഉണ്ടാകാത്ത രീതിയിൽ മറുപടി നൽകുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പ്, അത് ആത്മവിശ്വാസം ലഭിക്കത്തക്ക രീതിയിൽ അഭിഭാഷകരുമായുള്ള ആശയവിനിമയത്തിലൂടെ സാധിച്ചിട്ടുണ്ട് എന്ന ഇതിന്റെ കൂടി ഒരു വിലയിരുത്തലിൽ കൂടിയാവാം ഇന്ന് രാവിലെ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ വൈദ്യ പരിശോധനയ്ക്ക് ഏതെങ്കിലും തരത്തിൽ വിധേയനാക്കിയാൽ അതിനുള്ള ഒരു സാധ്യത, അതിന് ഇല്ലെങ്കിൽ കോടതിയുടെ അനുമതിയോട് കൂടിയേ വിധേയമാക്കൂ എന്ന ഒരു ഉറപ്പ്, ഇത്തരം കാര്യങ്ങൾ കൂടി നോക്കിക്കണ്ട് അഥവാ വൈദ്യ പരിശോധന നടത്തിയാൽ രാസലഹരിയുടെയും മറ്റും സാന്നിധ്യം തന്റെ ശരീരത്തിൽ നിന്നും കണ്ടെത്തില്ല എന്ന ഒരു ഉറപ്പുകൂടി വരുത്തിക്കൊണ്ടാവണം ഇന്ന് രാവിലെ 10 മണിക്ക് തന്നെ ഷൈൻ ടോം ചാക്കോ ഈ ചോദ്യം ചെയ്യലിനായി ഹാജരായിട്ടുള്ളത്. ദേവിക. സുധീഷ്, അതോടൊപ്പം തന്നെ ഈ ചോദ്യം ചെയ്യലിന്റെ ദൃശ്യങ്ങൾ അടക്കം പോലീസ് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു വിവരം കൂടി ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. ദേവി, അതിപ്പോൾ പ്രധാനപ്പെട്ട ഇത്തരത്തിൽ വിവാദമാകുന്ന കേസുകളിലെല്ലാം തന്നെയും സ്വീകരിക്കുന്ന ഒരു സ്വാഭാവിക നടപടി മാത്രമാണ്.
ഇത്തരം ചോദ്യം ചെയ്യലുകളിലെല്ലാം തന്നെ അതിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുകയും അത് പിന്നീട് മൊഴി മാറ്റുകയാണെങ്കിൽ അടക്കം ഇത് തെറ്റായി രേഖപ്പെടുത്തിയതല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഇപ്പോഴത്തെ പുതിയ സാങ്കേതിക വിദ്യകൾ കൂടി ലഭ്യമായതുകൊണ്ട് തന്നെ മിക്ക കേസുകളിലും സ്വീകരിക്കുന്ന ഒരു നടപടിക്രമം മാത്രമാണത്. അത് സ്വാഭാവികമായും ഈ കേസിലും സ്വീകരിക്കുന്നു എന്നത് മാത്രമാണ് അതിൽ പറയാവുന്നത്. ദേവിക. നടൻ ഷൈൻ ടോം ചാക്കോ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഹാജരായിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. 2 SP-മാരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. പോലീസ് ആവശ്യപ്പെട്ടതിലും അരമണിക്കൂർ മുൻപ് നടൻ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. കൊച്ചിയിലെ ഹോട്ടലിൽ ഡാൻസ് ഓഫ് ടീം പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ഇറങ്ങി ഓടിയതിൽ വിശദീകരണം തേടാനാണ് നടനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുധീഷ്, പക്ഷെ മറ്റൊരു വശത്ത് നടി വിൻസി അലോഷ്യസ് ഇപ്പോഴും പറയുന്നത് നിയമ പോരാട്ടത്തിന് താൻ ഇല്ല എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം എക്സൈസ് സംഘം വിൻസിയുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്താൻ പോയപ്പോൾ വിൻസിയുടെ അച്ഛൻ പറഞ്ഞത് താല്പര്യമില്ല എന്ന് തന്നെയാണ്. കാരണം നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നില്ല, സിനിമയിലെ വിഷയം അല്ലെങ്കിൽ സിനിമയിലെ കാര്യം സിനിമയിൽ തന്നെ പരിഹരിക്കുമെന്ന് പറയുമ്പോഴും ഈ ലഹരി ഉപയോഗം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ഒരു കാര്യമല്ലല്ലോ. അല്ലെങ്കിൽ പരാതി ലഭിച്ചാൽ മാത്രമേ കേസെടുക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു നിയമവശം അതിൽ നിൽക്കുന്നുണ്ടോ? ദേവിക, ഇതിൽ പ്രധാനമായും ഉള്ളത് അതിന് കൃത്യമായ മൊഴികൾ കൂടി ലഭിച്ചെങ്കിൽ മാത്രമേ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഒരു കേസെടുക്കാനോ നടപടികളുമായി മുന്നോട്ട് പോകാനോ സാധിക്കൂ. ഇല്ലെങ്കിൽ മുൻപ് പറഞ്ഞതുപോലെ തന്നെ കേസിൽ നിന്നും തെളിവുകളുടെ അഭാവത്തിൽ അത് ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇതും പറയുന്നു 4 മാസം മുമ്പാണ് ഇവർ തമ്മിൽ ഇത്തരം ഒരു സംസാരം ഉണ്ടായത് എന്ന് പറയുമ്പോൾ 4 മാസത്തിന് ശേഷമുള്ള ഒരു വെളിപ്പെടുത്തൽ അതിൽ മയക്കുമരുന്നിന്റെ കാര്യം അടക്കം പരാമർശിക്കുമ്പോൾ അത് ഏത് തരത്തിൽ തെളിയിക്കാൻ സാധിക്കും എന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ഇല്ലെങ്കിൽ ഉറപ്പിച്ചത് മയക്കുമരുന്നാണ് എന്ന തരത്തിൽ ഈ നടിയുടെ ഒരു മൊഴി ലഭിക്കണം. അത്തരത്തിൽ മൊഴി ലഭിച്ചാൽ പോലും അതിന്റെ കൃത്യതയിലേക്ക് വരുമ്പോൾ അതിന്റെ ഈ 4 മാസം വൈകിയുള്ള വെളിപ്പെടുത്തലുമായി എല്ലാം ബന്ധപ്പെട്ട് വരുമ്പോൾ അത് തെളിയിക്കുന്നതിന് പ്രായോഗികമായി നിരവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചിലർ പരാമർശിച്ചതുപോലെ അത് ഗ്ലൂക്കോസ് പൊടിയായിരുന്നു എന്ന് പറഞ്ഞാൽ അല്ല എന്ന് തെളിയിക്കാൻ അതിന്റെ ഒരു സാമ്പിൾ പോലും ശേഖരിക്കാനോ ഒന്നും തന്നെ സാധിക്കാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നിലവിൽ തെളിവുകൾ ഒന്നും തന്നെ കയ്യിലില്ലാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ മന്ത്രിമാരും മറ്റും ഇപ്പോഴത്തെ ലഹരിക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും, ഗൗരവതരമായി കാണും എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് സിനിമാ മേഖലകളിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഇല്ലെ അതിന്റെ പേരിൽ ഉണ്ടാകുന്ന വിവിധ മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് ഒന്നും തന്നെ കൃത്യമായ ഒരു ഇടപെടൽ ഇതുവരെ പോലീസിന്റെ ഭാഗത്തു നിന്നോ എക്സൈസിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഇവിടെ ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഓരോ ഷൂട്ടിംഗ് സെറ്റുകളിലും ഇതൊക്കെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഒരു നിരീക്ഷക സമിതിയെ വിവിധ മേഖലകളിൽ സിനിമയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപീകരിക്കുകയും അവർ ഏതെങ്കിലും തരത്തിൽ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തിയാൽ യോദ്ധാവ് എന്ന എക്സൈസിന്റെ ഒരു സംവിധാനത്തിലൂടെ ആ കാര്യം കൃത്യമായി എക്സൈസിനും പോലീസിനും ഒക്കെ കൈമാറും എന്ന് അറിയിച്ചിരുന്നു. അത്തരത്തിൽ കൈമാറിക്കൊണ്ട് ഇപ്പോൾ ഈ നടിയുടെ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷവും കൃത്യമായി ആ വിവരങ്ങൾ കൈമാറിക്കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് സിനിമാ മേഖലയിലെ പ്രവർത്തകരിൽ നിന്നോ സംഘടനകളിൽ നിന്നോ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടും ഷൈൻ ടോം ചാക്കോയിലേക്ക് സ്വാഭാവികമായ ഒരു ചോദ്യം ചെയ്യലിന് അപ്പുറത്തേക്ക് എന്ത് നടപടിയിലേക്ക് പോകുമെന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ 1.5 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടായിട്ടുണ്ട്. അതിൽ ഓരോ കാര്യങ്ങളിലും വിശദമായി തന്നെ ചോദിച്ച് അത് എഴുതി രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ വീഡിയോ റെക്കോർഡിലൂടെയും രേഖപ്പെടുത്തും. അതിനുശേഷം അതിലെല്ലാം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം തന്നെ തന്റെ പറഞ്ഞ കാര്യം തന്നെയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തി ഒപ്പിടി വാങ്ങുന്നതോടെ ചോദ്യം ചെയ്യൽ അവസാനിക്കുകയുള്ളൂ. അത് മണിക്കൂറുകൾ നീളാനാണ് സാധ്യത. ആ രീതിയിൽ ചോദ്യം ചെയ്യൽ നീളുമ്പോൾ അതിനിടയിൽ ഓരോ ഉദ്യോഗസ്ഥരുടെയും മാറി മാറിയുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഷൈൻ ടോം ചാക്കോ പതറുമോ എന്നതാണ് നോക്കിക്കാണേണ്ടത്. അത്തരത്തിൽ വീണ് കിട്ടുന്ന ഏതെങ്കിലും പഴുതുകൾ ഉണ്ടെങ്കിൽ അത് ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ചോളം കുറുക്കുകൾ മുറുകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീക്കും. അത്തരത്തിൽ കുരുക്ക് മുറുകുമോ എന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇപ്പോൾ ചോദിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും പ്രാഥമികമായി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഹോട്ടലിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ സാഹസ്യമായി എത്രയും അപകടകരമായ രീതിയിൽ ഓടി രക്ഷപ്പെടുന്നതിന് പ്രേരിപ്പിച്ച ഘടകം എന്താണ് അവിടെ ഒളിപ്പിക്കാൻ ശ്രമിച്ചത്, എന്താണ്
മറച്ചുപിടിക്കാൻ ശ്രമിച്ചത്. അത്തരത്തിൽ ഓടി രക്ഷപ്പെടുമ്പോൾ ആരുടെയൊക്കെ സഹായം പിന്നീട് മുന്നോട്ടുള്ള യാത്രയിൽ ലഭിച്ചിട്ടുണ്ട്, ആരെയൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടത്, അതിൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ മായുള്ള ബന്ധം എന്താണ്, അത്തരത്തിൽ അവരുമായി സംസാരിച്ചത് എന്താണ്, ആരൊക്കെയാണ് സന്ദർശിക്കാൻ എത്തിയത് എന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാൻ തന്നെയാണ് ഇപ്പോൾ ഈ പോലീസ് സംഘം ശ്രമിക്കുന്നത്. അത്തരത്തിൽ അഭിഭാഷകന്റെ കൂടി സാന്നിധ്യത്തിലാണ് ചോദ്യം ചെയ്യുന്നത്. എന്നാൽ ഈ ചോദ്യം ചെയ്യലിൽ ഒരിക്കലും അഭിഭാഷകൻ മറുപടി പറയുകയോ ഇല്ലെങ്കിൽ ആ ചോദ്യങ്ങളിലോ ഉത്തരങ്ങളിലോ ഇടപെടുകയോ ചെയ്യരുതെന്നും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ആ രീതിയിൽ ചോദ്യം ചെയ്യലുമായി മുന്നോട്ട് പോകുമ്പോൾ അത് സിനിമാ മേഖലയിലെ രാസലഹരിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുന്നതിലുള്ള നടപടിയുടെ ശക്തമായ ഒരു തുടക്കമാകുമോ എന്നതാണ് വിലയിരുത്തപ്പെടേണ്ടതും. ദേവിക. സുധീഷ്, ഷൈൻ ടോം ചാക്കോ താമസിച്ചിരുന്ന 6 ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ട്. അവിടെയുള്ള CCTV ദൃശ്യങ്ങളെല്ലാം പോലീസ് കണ്ടെടുത്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ. മാത്രമല്ല, ഷൈനിനെ ആരൊക്കെ കാണാൻ വന്നിട്ടുണ്ടോ അവരെല്ലാം കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. ദേവിക, ഏറ്റവും പ്രധാനമായും കഴിഞ്ഞ ഒരാഴ്ചയായി ഡാൻസ് ഓഫ് സംഘം ഷൈൻ ടോം ചാക്കോയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ആ നിരീക്ഷണത്തിലെ ചില കണ്ടെത്തലുകളുണ്ട്. അതോടൊപ്പമാണ് 6 ഹോട്ടലുകളിൽ താമസിച്ച അവിടുത്തെ CCTV ദൃശ്യങ്ങളും സന്ദർശന രജിസ്റ്റർ, ഷൈൻ ടോം ചാക്കോയെ സന്ദർശിക്കാൻ എത്തിയവരുടെ പട്ടിക, അതോടൊപ്പം തന്നെ 1 മാസത്തെ ഫോൺ കോൾ വിവരങ്ങൾ. ആ ഫോൺ കോളിൽ പ്രധാനമായും ഏറെ നേരം ഇല്ലെങ്കിൽ അത്തരത്തിൽ സംശയാസ്പദമായ കാര്യങ്ങളിൽ ഉള്ള നമ്പറുകൾ അത് കേന്ദ്രീകരിച്ച് ഏതെങ്കിലും തരത്തിൽ രാസലഹരിയുമായോ ലഹരി മേഖലയുമായി ബന്ധപ്പെട്ടോ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തിയവരുടെ നമ്പറുകൾ കേന്ദ്രീകരിച്ച് അത്തരം കാര്യങ്ങളെല്ലാം ശേഖരിച്ചു വെച്ച് അത് എല്ലാത്തിന്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ കളവ് പറയാനോ എന്തെങ്കിലും മറച്ചു പിടിക്കാനോ ഷൈൻ ടോം ചാക്കോ ശ്രമിച്ചാലും അതിൽ ആ ശ്രമം പാളിപ്പോകാനും അത് കൂടുതൽ കർക്കശമായ നിലപാടുകളിലേക്ക് പോലീസിനെ എത്തിക്കാനും സാധ്യതയുണ്ട്. ആ കാര്യം ബോധ്യത്തോടെ തന്നെ ആവാം നിയമോപദേശത്തിന്റെയും മറ്റു അടിസ്ഥാനത്തിൽ ഷൈൻ ടോം ചാക്കോയും ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയുന്നത്. അത്തരത്തിൽ മറുപടി പറയുമ്പോൾ തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോകാതെ പോകാനുള്ള ശ്രമങ്ങൾ തന്നെയാവും നടത്തുക. അതിൽ ഒരു ആത്മവിശ്വാസത്തോടെ തന്നെ ആണ് ഇന്ന് ഷൈൻ ടോം ചാക്കോ എത്തിയിട്ടുള്ളതെന്നതും എടുത്തു പറയേണ്ടതാണ്. അത്തരത്തിൽ ഷൈൻ ടോം ചാക്കോ ചോദ്യം ചെയ്യലിന് ഹാജരായി മുന്നോട്ട് പോകുമ്പോൾ അത് ഈ ഹോട്ടലിൽ നിന്നും ഓടി രക്ഷപ്പെട്ടത് മുതലുള്ള കാര്യങ്ങളും കഴിഞ്ഞ കുറെ ദിവസങ്ങളായുള്ള നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾക്കും അപ്പുറം കൂടുതൽ ഗൗരവതരമായ വിഷയങ്ങളിലേക്ക് തന്നെ കൂടി പോകാനുള്ള സാഹചര്യമുണ്ട്. അത് ഈ ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ട കേസും ഒക്കെ തന്നെയാണ്. ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ട മൊഴി, അത് വലിയ അളവിലുള്ള ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ ദമ്പതികളുടെ മൊഴിയാണ്. അത് മുൻപ് ഇവർ നടത്തിയിട്ടുള്ള ഇടപാടുകളുമായും മറ്റും ബന്ധപ്പെട്ട് നടത്തിയ വെളിപ്പെടുത്തലാണ്. അത് കൂടുതൽ ഗൗരവതരമായ സംഭവമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. നടിയുടെ ഈ പരാതിയിൽ ഉറച്ചു നിൽക്കാത്ത സമീപനം കൂടി നിൽക്കുമ്പോൾ അതിനേക്കാട്ടിലൊക്കെ ഏറെ ഗൗരവതരമായി കാണേണ്ട ഒന്നാണ്. എന്നാൽ അതും മുൻപ് നടന്ന സംഭവമായതുകൊണ്ട് അതിലേക്ക് അന്വേഷണം എത്രത്തോളം എത്തും എന്ന് കാത്തിരുന്ന് കാണേണ്ടതുമുണ്ട്.